മെൻസ് ആർമി എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ സുഭാഷിന്റെ കല്യാണത്തിന് പോകുന്നതാണ് തുടക്കം. യഥാർത്ഥത്തിൽ അവർ പോകുന്നത് ആ കല്യാണം മുടക്കാനായിരുന്നു. കല്യാണം മുടക്കിയത് കൊണ്ട് അവരെല്ലാം സ്റ്റേഷനിലെത്തുന്നു. അവർ പറയുന്നത് സുഭാഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇവരുടെ ഭാര്യയായിരുന്നു എന്നാണ്. അതായത് ഇപ്പോ ബിന്ദു എന്ന് വെളിപ്പേരുള്ള ഇവൾ ഇവരെയൊക്കെ വിവാഹം കഴിക്കുകയും ശേഷം സ്വർണവും മറ്റുമെടുത്ത് മുങ്ങി. ഇങ്ങനെയായിരുന്നു അവളുടെ രീതി. എന്നാൽ സുഭാഷ് ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ സമയം അവളെ മുമ്പ് കല്യാണം കഴിച്ചിരുന്ന ഒരാൾ തെളിവ് സഹിതം കാണിക്കുന്നു. ആ സമയമായിരുന്നു CI മനോജിന് കാര്യം പിടികിട്ടിയത്. അങ്ങനെ ഇവളെ ചോദ്യം ചെയ്യാൻ റിമാൻഡിൽ കൊണ്ടുപോകുന്നു. ബിന്ദുവിനെ ഒരു ബെഞ്ചിലിരുത്തിയ സമയമായിരുന്നു പരിപാടിയുടെ പേരിൽ 2 പാർട്ടി പ്രവർത്തകർ അവിടെ എത്തിയത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ജീവനും CI മനോജുമായി ഇതിനു മുമ്പ് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ CI മനോജിന്റെ കല്യാണം മുടങ്ങിയിരുന്നു. അവളുടെ മുഖം കണ്ട പോലീസിന് അവളെ സഹായിക്കാൻ വേറെ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. കുറെ ചോദ്യം ചെയ്തപ്പോൾ അവൾ സത്യം പറയുന്നു. മൈസൂരിൽ തന്റെ അമ്മയുടെ കൂടെയായിരുന്നു അവൾ താമസിച്ചത്. അവിടെ അവൾക്കൊരു ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. അതിനിടയിൽ അവളുടെ അമ്മക്ക് സുഖമില്ലാതെയാവുന്നു. പൈസക്ക് വേറെ വഴിയില്ലാത്തപ്പോഴായിരുന്നു ഡാവിഡ് എന്നൊരാളെ പരിചയപ്പെട്ടത്. അയാൾ പറഞ്ഞതനുസരിച്ച് ഒരാളെ വിവാഹം കഴിക്കുകയും ശേഷം അയാളുടെ സ്വർണവും മറ്റുമെടുത്ത് മുങ്ങുന്നു. ആ പണം കൊണ്ട് അവളുടെ അമ്മയുടെ ചികിത്സ നടത്തുന്നു. ഇങ്ങനെയായിരുന്നു ഡേവിഡ് പൈസ ഉണ്ടാക്കിയത്. അവന്റെ കയ്യിൽ ഇതുപോലെ ചെയ്യാൻ കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഡേവിഡ് ബിന്ദുവിന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ അവൾ വീണ്ടും ചെയ്യുന്നു. ആദ്യം അവൾ തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു ഇത് ചെയ്തത്. അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ അത് ന്യൂസായി വന്നു. ഡേവിഡിനെ പെടുത്താൻ അവളും തന്റെ ബോയ് ഫ്രണ്ടും അവന്റെ ഓഫീസിൽ പോയി അവൻ ചെയ്ത കാര്യങ്ങൾ ഒരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്യുന്നു. ശേഷം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തെങ്കിലും അവരൊക്കെ ഡേവിഡിന്റെ ആൾക്കാരായിരുന്നു. ശേഷം ഡേവിഡ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഇനി ഈ ബിസിനസ് കേരളത്തിൽ നടത്തണമെന്നും അതിനുവേണ്ടി ജീവൻ എന്നൊരാളെ പരിചയപ്പെടുത്തുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. ജീവനോട് ദേഷ്യമുള്ള CIക്ക് അവനെ പിടിക്കാൻ ഒരു കാരണം കിട്ടി. അവരെ പെടുത്താനുള്ള പെൻഡ്രൈവ് ബിന്ദുവിന്റെ ബാഗിലുണ്ടെന്ന് അവൾ പറയുന്നു. അങ്ങനെ CIയുടെ സഹായത്തോടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവളെ രക്ഷിക്കുന്നു. ബസ് സ്റ്റാൻഡിലെ ലോക്കറിൽ നിന്നും ആ പെൻഡ്രൈവ് CIയെ ഏൽപ്പിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ ഡേവിഡിനെ പോലെ ഒരാൾ വന്നപ്പോൾ എല്ലാവരും അവനെ ചാടിപ്പിടിക്കുന്നു. എന്നാൽ അത് ഡേവിഡ് അല്ലായിരുന്നു. അവിടെ ഉണ്ടായ ബിന്ദുവിനെ ജീവൻ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു CI വിചാരിച്ചത്. അങ്ങനെ ജീവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ശേഷം ആ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നു. അതിലുണ്ടായത് യേശുദാസിന്റെ പാട്ടുകളായിരുന്നു. അപ്പോഴായിരുന്നു അവൾ CIയെ പറ്റിച്ച കാര്യം എല്ലാവർക്കും തിരിഞ്ഞത്. അവൾ മാംഗല്യം എന്ന സീരിയലിലെ കഥയായിരുന്നു പോലീസിനോട് പറഞ്ഞത്. അതുപോലെ അവൾക്ക് ജീവനും CIയും തമ്മിൽ പ്രശ്നമുള്ളത് അറിയുമായിരുന്നു. അതുകൊണ്ടായിരുന്നു ജീവന്റെ പേര് ഇതിലിട്ടത്. അവസാനം ബിന്ദു അവിടെ നിന്നും മുങ്ങിയതായിരുന്നു.